പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ ആശംസകൾ. മുക്കുവന്മാര് മീൻ പിടിക്കുന്ന തോണികൾ കണ്ടോ? ഇത് രാമേശ്വരം എന്നൊരു സ്ഥലമില്ലേ? തമിഴ്നാട്ടിൽ രാമനാഥപുരം ജില്ലയിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിശിഷ്ടമായ പട്ടണമാണിത്. ഇവിടെ കടലിൽ തൊഴിൽ ചെയ്യുന്ന അനേകായിരം മുക്കുവന്മാരുണ്ട്. ആയിരക്കണക്കിന് തോണികളിലെ ഒരു ഭാഗം മാത്രമാണിത്. ആയിരക്കണക്കിന് തോണികൾ. ഇവിടെ ചെറിയ തോണികളുണ്ട്. ഇതൊരു വലിയ ബോട്ടാണ്. വ്യത്യസ്തമായ തോണികൾ ഇവിടെ ധാരാളമുണ്ട്. ഇതിലാണിവർ മീൻ പിടിക്കുന്നത്, കടലിൽ ചെന്ന് മീൻ പിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ കടൽ തീരത്ത് കടലിൽ തൊഴിൽ ചെയ്യുന്നവരുടെ തോണികളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. യേശുക്രിസ്തു ഗലീല കടൽക്കരയിലൂടെ നടന്ന് മീൻ പിടിക്കുന്നവരെ തന്റെ ശിഷ്യന്മാരാക്കുകയുണ്ടായി. പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, യാക്കോബ് ഇവരെല്ലാം മീൻ പിടിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരാണ്. അവരെയാണ് യേശു ശിഷ്യന്മാരാക്കിയത്. ലോകത്തെ ഇളക്കുന്നവരാക്കി മാറ്റി. അതുകൊണ്ട് ഈ മീൻ പിടിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവം അവരെ തിരഞ്ഞെടുക്കണം, അവരെ രക്ഷിക്കണം. അവരെയും പത്രോസിനെപ്പോലെ, അന്ത്രയോസിനെപ്പോലെ, യോഹന്നാനെയും യാക്കോബിനെയും പോലെ മാറ്റണമെന്ന് നാം പ്രാർത്ഥിക്കണം. ഇവർ വലിയ പ്രശ്നങ്ങളെ നേരിടുന്നവരാണ്. മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് അനേകം പ്രയാസങ്ങൾ. അതിർത്തി കടന്നു എന്നവരെ ഷൂട്ട് ചെയ്യുന്നു. അവർ മരണപ്പെടുന്നു. അവരുടെ ബോട്ടുകൾ കൈവശപ്പെടുത്തുന്നു. പല നഷ്ടങ്ങൾ നേരിടുന്നു. അവർ നേരിടുന്ന പ്രശ്നം വളരെ വലുതാണ്. രാത്രി മുഴുവനും കടലിലാണുണ്ടാവുക. അനേകം കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ, ഒന്നും പൂർണ്ണമായി അറിയില്ല. അതിന്റെ നടുവിൽ ഇരുട്ടിൽ കടലിനുള്ളിൽ ചെന്ന് മീൻ പിടിച്ചുകൊണ്ടുവരുന്നു, അല്ലേ? അവർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ തീർച്ചയായും പ്രാർത്ഥിക്കണം. ശരി, ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിക്കുകയാണോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല. നിങ്ങളോടാണ് പറയുന്നത്. യഹോവ നിങ്ങളെ വാലല്ല തലയാക്കും, താഴ്ചയുണ്ടാക്കാതെ ഉയർച്ച തരും എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? ഞാൻ നിങ്ങളെ ഉയർന്ന സ്ഥാനത്ത് നിർത്തും. നിങ്ങൾ പഠിക്കുകയാണോ? പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ 1-ാം സ്ഥാനത്ത് വിജയിക്കണം. ജോലി ചെയ്യുകയാണോ? ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉയർന്ന സ്ഥാനത്ത്, മുഖ്യസ്ഥാനത്ത് നിങ്ങളുടെ കഴിവും സാമർഥ്യവും മനസ്സിലാക്കി മുഖ്യമായ സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കും. നിങ്ങൾ തൊഴിൽ ചെയ്യുകയാണോ? എങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തെത്തണം, ഒന്നാമനാകണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുകയാണോ? അതിൽ ഉയർന്ന സ്ഥാനത്തെത്തണം. നിങ്ങൾ വാലല്ല തലയാകും. നിങ്ങൾ താഴാതെ ഉയർത്തപ്പെടുമെന്നാൽ എന്താണർത്ഥം? ഉയർന്ന സ്ഥാനത്തെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എങ്ങനെയോ ജീവിക്കുന്നു, എന്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ തൃപ്തിപ്പെടാതെ ദൈവഹിതം എന്താണ് എന്ന് ആദ്യം അറിയണം. നിങ്ങൾ ഉയർന്ന സ്ഥാനത്തുണ്ടാവണം. അത് എവിടെ നടക്കാൻ പോകുന്നു? കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് പഠിക്കുന്നു, കിട്ടുന്നില്ലല്ലോ. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, കഠിനമായി പ്രയത്നിക്കുന്നു, എന്നിട്ടും 1-ാം സ്ഥാനത്തെത്തുന്നില്ലല്ലോ. ബിസിനസ്സിന് വേണ്ടി പ്രയത്നിക്കുന്നു, പകലും രാത്രിയും കഷ്ടപ്പെടുന്നു, അന്നേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാനാവുന്നുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ഉയർച്ചയില്ലല്ലോ എന്ന് വിഷമിക്കുകയാണോ? നിങ്ങളെ ഉയർന്ന സ്ഥാനത്തെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളും അത് ആഗ്രഹിക്കണം. ദൈവമേ, അങ്ങ് പറഞ്ഞിട്ടില്ലേ, ആ വാഗ്ദത്തം എനിക്കുള്ളതാണ്. എന്നെ അങ്ങ് തലയാക്കും, ഉയർത്തും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ. വിശ്വാസത്തോടെ വാഗ്ദത്തത്തെ ചൊല്ലി പ്രാർത്ഥിക്കണം, ശരിയല്ലേ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നാം പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണതെന്നോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ ആജ്ഞാപിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിന് ദൈവം ഒരു നിബന്ധനയും പറയുന്നു. ദൈവത്തിന്റെ കൽപ്പന എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം എഴുതി തന്നിട്ടില്ലേ? അതിന് നമ്മെ സമർപ്പിച്ച് ദൈവത്തിന്റെ ആജ്ഞ ശ്രദ്ധിച്ച് കേൾക്കണമത്രേ. ദൈവം സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് പ്രകാരം നടക്കണം. പഠിച്ചാലും ജോലി ചെയ്താലും ശുശ്രൂഷ ചെയ്താലും ബിസിനസ് ചെയ്താലും ഇന്ന് ഞാൻ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം? ദൈവമേ, എന്നോട് സംസാരിക്കണേ. ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. മകനെ, മകളെ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ഉപദേശങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ നടന്നാൽ നീ 1-ാം സ്ഥാനത്തെത്തിച്ചേരും എന്ന് പറയുന്നു. ഒരു പാവപ്പെട്ട മാതാവ്, അവര് പശുക്കളെ വളർത്തി പാല് കറന്ന് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബത്തിൽ ഒരു ശാപമുള്ളതുകൊണ്ട് 10 വർഷം കൊണ്ട് ഏകദേശം 200 പശുക്കിടാങ്ങൾ മരിച്ചുപോയി.
അതുകൊണ്ട് ഇതൊരു ശാപമാണ്. മന്ത്രവാദം ചെയ്ത് പശുക്കളെ കെട്ടിയിട്ട് നോക്കി, ബലമുണ്ടായില്ല. അവർ യേശുവിനെക്കുറിച്ച് കേട്ട്, പ്രസംഗം കേട്ട്, യേശുവിന് തന്റെ ജീവിതത്തെ കൊടുത്ത് ശാപത്തിൽ നിന്നും വിമോചനം പ്രാപിച്ചു. ഇപ്പോൾ പശുക്കിടാങ്ങൾ ജീവനോടെയുണ്ട്. അവർ വളരെ സന്തോഷത്തിലാണ്. ദൈവം ഇനിയും തന്നെ അനുഗ്രഹിക്കുമെന്ന് കാത്തിരുന്നാൽ പാൽക്കച്ചവടത്തിൽ ലാഭമില്ല, നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അവർ ഒരു ദിവസം ദൈവസന്നിധിയിലേക്ക് ചെന്നു. ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണവര്. അവർ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തി, യേശുവേ, ഞാൻ അങ്ങയെ നോക്കി വന്നിരിക്കുന്നു, ശാപത്തെയെല്ലാം മാറ്റിത്തന്നു. പക്ഷേ പൂർണ്ണമായ അനുഗ്രഹം കിട്ടിയിട്ടില്ലല്ലോ. എന്റെ കച്ചവടത്തിൽ നഷ്ടമേയുള്ളൂ, ലാഭമുണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകളെ, നീ പാലില് വെള്ളം ചേർത്ത് കച്ചവടം ചെയ്യുന്നോ? എനിക്ക് എങ്ങനെ നിന്നെ അനുഗ്രഹിക്കാനാവും? സത്യമില്ലല്ലോ. അപ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ലേ കർത്താവേ? ചേർക്കാൻ പാടില്ല മകളെ. ജനങ്ങൾക്ക് ശുദ്ധിയുള്ള പാല് കൊടുക്കണം. അന്നുവരെ അവര് മനസ്സിൽ വിചാരിച്ചത് എന്തായിരുന്നുവെന്നോ? പാലില് വെള്ളം ചേർത്ത് വിൽക്കുന്നത് ഒരു തെറ്റല്ല. കാരണം എല്ലാവരും ചേർക്കുന്നു. എല്ലാവരും വെള്ളം ചേർത്താണ് പാല് വിറ്റുകൊണ്ടിരിക്കുന്നത്. ചിലര് രഹസ്യമായി ചേർക്കുന്നു, ചിലര് പരസ്യമായി വെള്ളം ചേർക്കുന്നു. മായം ചേർത്താണ് ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. ഇവരും അതുപോലെ തന്നെ കുറെ വർഷം പാല് വിറ്റുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൈവം പറഞ്ഞു, വെള്ളം ചേർക്കാൻ പാടില്ല. അതെങ്ങനെ മനസ്സിലായി? അവര് തന്നെ പറഞ്ഞതാണ്. അവരുടെ സാക്ഷ്യം എന്റെ അടുത്തുണ്ട്. ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. കർത്താവ് പറഞ്ഞു എന്ന് തെളിച്ചു പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ വസിച്ച് പാല് വിൽക്കുന്ന ഒരു സ്ത്രീയോട് ദൈവം സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കില്ലേ? നിങ്ങൾ കാത്തിരിക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവത്തോട് ചോദിച്ച് ശീലിക്കൂ, കാത്തിരുന്ന് ശീലിക്കൂ. അവര് പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു. അന്ന് തൊട്ട് വെള്ളം ചേർക്കാതെ ശുദ്ധിയുള്ള പാല് ജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എന്നെ ഉയർത്തി. എനിക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്. എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതാണ് ആശീർവാദം. കണ്ടോ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യഹോവ പറയുന്നത് കേട്ട് അതുപ്രകാരം നടക്കാനായി നിങ്ങളെ സമർപ്പിച്ചാൽ ഈ വാഗ്ദത്തപ്രകാരം നിങ്ങൾ ഒന്നാമനാകും, ഉയർത്തപ്പെടും, വാലായിരിക്കില്ല, തലയാവും എന്ന് ദൈവം പറയുന്നു. നിങ്ങളെ സമർപ്പിക്കുമോ? ദൈവമേ, എന്നോടും സംസാരിക്കണം. എനിക്കും ആ അനുഭവം വേണം. ഞാൻ കാത്തിരുന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന അനുഭവം ഉണ്ടാവണം. ഇന്ന് ദൈവത്തോട് ചോദിക്കുമോ? ചോദിക്കൂ. ദൈവമേ, ഞാനും ഒന്നാം സ്ഥാനത്തെത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ വാലാക്കാതെ തലയാക്കും, താഴ്ത്താതെ ഉയർത്തും. ഞാൻ അങ്ങയുടെ വാക്ക് കേട്ട് അങ്ങയുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങി ജീവിക്കാനായി ഇതാ സമർപ്പിക്കുന്നു. എന്നോട് സംസാരിച്ച് എന്നെ ശരിയാക്കണമേ. എന്നെ വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ